ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിലുറച്ച നേതാക്കൾ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് സതീശന്റെയും ചെന്നിത്തലയെയും കൂടാതെ KPCC അധ്യക്ഷന്റെയും നിലപാട്. പെൺകുട്ടിയെ കൊല്ലാൻ നിമിഷങ്ങൾ മതിയെന്ന രാഹുലിന്റെ ശബ്ദരേഖയാണ് സണ്ണി ജോസഫിനെ മാറ്റിച്ചിന്തിപ്പിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളതിനാൽ നിയമോപദേശം ലഭിച്ച ശേഷമാകും തീരുമാനം. ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് നിന്ന് KR സാജു, ഡൽഹിയിൽ നിന്ന് D ധനസമോദ്, അടൂരിൽ നിന്ന് U ഷൈജു എന്നിവർ ചേരുന്നു. സാജുവിലേക്ക്. സാജു, നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിലാണോ? നമ്മൾ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നേരത്തെ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്ന കാര്യം ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്നത്. രാഹുലിന്റെ രാജിയിൽ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമോപദേശം കൂടി തേടിയ ശേഷം, നിയമവശം കൂടി പരിഗണിച്ച ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധനകൾ നടത്തുകയാണ്. ഇന്ന് ഏതായാലും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. നാളേക്ക് കാര്യങ്ങൾ നീളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിയമോപദേശം തേടും. ആ നിയമോപദേശം ഉപതെരഞ്ഞെടുപ്പ് വരും എന്നാണെങ്കിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അത് ചില തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്ലാൻ അപ്പോഴേക്കും രാഹുലിന്റെ കാര്യത്തിലുണ്ടാവും. രാഹുലിനെ മാറ്റി നിർത്തുക പാർട്ടിയിൽ നിന്ന് എന്ന തീരുമാനമായിരിക്കും ഉണ്ടാകുക. അതിൽ നിയമസഭാ സമ്മേളനത്തിൽ അടക്കം പങ്കെടുക്കരുത്, അതിനൊക്കെ വിലക്കേർപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കും രാഹുലിനെ മാറ്റി നിർത്തുക. പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാക്കില്ല രാഹുലിനെ. അങ്ങനെയുള്ള ചില കർശനമായ നീക്കങ്ങൾ കൂടി ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോഴുള്ള നേതാക്കൾക്കിടയിലെ പ്രാഥമികമായ ആലോചനകളിൽ തിരഞ്ഞെടുപ്പ് സെക്ഷൻ പ്രകാരം 1 വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോ 1 വർഷത്തിൽ ഇപ്പോഴത്തെ നിയമസഭയുടെ കാലാവധി കഴിയാൻ 1 വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. പക്ഷെ ചട്ടങ്ങൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 6 മാസവും 40 ദിവസവും, അതായത് ഒരു നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 6 മാസവും നോട്ടിഫിക്കേഷനും പ്രചരണത്തിനുമുള്ള സമയമായ 40 ദിവസവും കൂടി ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്താം എന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെയുള്ള വ്യവസ്ഥയെ BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ആശങ്കയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ക്ഷണിച്ചു വരുത്തേണ്ടതില്ല, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് നിയമോപദേശവും നിയമവശം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നതെങ്കിൽ രാജിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നടക്കം മാറ്റി നിർത്തുക എന്ന നിലപാടിലേക്കാണ് പോകുക എന്നാണ് നിയമോപദേശമെങ്കിൽ രാജി ഉറപ്പ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് നിയമോപദേശം എങ്കിൽ രാജി ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നേതാക്കളുമായുള്ള അവസാനവട്ട ആശയവിനിമയങ്ങൾ ഇപ്പോൾ KPCC അധ്യക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മുതിർന്ന നേതാക്കളുമായുള്ള ആശയവിനിമയം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഭാരവാഹികൾ അടക്കമുള്ളവരോട് സംസാരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും തന്റെ നിലപാട്, അതായത് തന്റേതല്ല KPCC നേതൃത്വത്തിന്റെ അന്തിമമായ നിലപാട് എന്താണ് എന്ന കാര്യം ഹൈക്കമാൻഡിനെ സണ്ണി ജോസഫ് അറിയിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ധനസമോദ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെയും നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഇന്നലെ പുറത്തു വന്ന ശബ്ദരേഖയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഏകോപിതമായ അഭിപ്രായങ്ങൾ രൂപം കൊണ്ടുവരികയാണ്. അവസാനവട്ട ആശയവിനിമയങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്നിടത്തേക്ക് ഏതാണ്ട് എത്തിച്ചേരുന്നു. ഒറ്റ പ്രശ്നം മാത്രമേ നേതൃത്വത്തിന് മുന്നിലുള്ളൂ, അത് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പ്രക്രിയയിലേക്ക്, രാജി എന്ന പ്രക്രിയയിലേക്ക് പോകില്ല. പകരം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു പ്ലാൻ B ആയിരിക്കും അവിടെ നടപ്പാക്കപ്പെടുക എന്ന കാര്യം ഉറപ്പാണ്. ധാർമ്മികമത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകണം എന്ന നിലപാടെടുത്തിരിക്കുന്നു. രാവിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. രാഹുലിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയില്ല, കൂടുതൽ പരാതികൾ വരും, ആ പരാതികൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കും, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്ന മുന്നറിയിപ്പാണ് രമേശ് ചെന്നിത്തല നൽകിയിരുന്നത്. അദ്ദേഹം അത് ദീപാദാസ് മുൻഷിയോടും KPCC അധ്യക്ഷനോടും നടത്തിയ ആശയവിനിമയത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി VD സതീശന്റെ നിലപാടിന് കൂടുതൽ പിന്തുണ കോൺഗ്രസിൽ ഉണ്ടായി എന്നത് ഉറപ്പായി. ഇപ്പോൾ നേതാക്കൾ ഏതാണ്ട് ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നു.